ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ഒരു പ്ലെയിൻ ക്രാഷിലൂടെ അകപ്പെട്ടു പോയ ഒരു 4 ചെറിയ കുട്ടികളുടെ ഒരു ഇൻസിഡന്റ് നിങ്ങൾ എത്ര പേർക്കറിയാം? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 2023 മെയ് 1 ആ ഒരു സംഭവം നടക്കുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും 9 വയസ്സും 4 വയസ്സും 11 മാസം പ്രായമുള്ള കുട്ടി, ഈ 4 കുട്ടികളുടെ അമ്മയും പിന്നെ ഒരു പൈലറ്റും പിന്നെ ഇവർക്കൊപ്പം ഒരു സഹായിയായി ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടുള്ള ഒരാളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആമസോൺ റീജിയനിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ള ആക്സസ്, അതായത് മറ്റുള്ള ടൗണിലേക്കൊക്കെ ഇവർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എയർക്രാഫ്റ്റ്, ചെറിയ ചെറിയ എയർക്രാഫ്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഈ ഫ്ലൈറ്റിന് എന്തോ എഞ്ചിന് തകരാറ് പറ്റിയെന്നുള്ള ഒരു സംഭവം മനസ്സിലാവുകയും അവര് കൺട്രോൾ റൂമിലേക്ക് ഒരു ഡിസ്ട്രസ് മെസ്സേജ് പാസ് ചെയ്യുകയും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവരുടെ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലോസ് ആവുകയും പിന്നീട് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായപ്പോഴാണ് ആ ഒരു പ്ലെയിൻ ക്രാഷ് അവർ സംഭവിച്ചത്. അതും ആ ഒരു തിക്ക് ഫോറസ്റ്റിലേക്കാണ് ഒരു പ്ലെയിൻ ക്രാഷ് നടന്നത്. തുടർന്ന് സ്പോട്ടിൽ തന്നെ പൈലറ്റ് മരിക്കുകയും കൂടെ ഉണ്ടായിരുന്ന സഹായം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ അമ്മ, ഈ 4 കുട്ടികളുടെ അമ്മ, അതിലുണ്ടായിരുന്ന 4 കുട്ടികളുടെ അമ്മ അപ്രോക്സിമേറ്റ്ലി ഒരു 4 ഡേയ്സ് ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം മരണം ഉറപ്പാണെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം അമ്മ കുട്ടികളെടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളത്. ഈ ഡെൻസ് ആയ ആമസോൺ കൊടുങ്കാട്ടിൽ അകപ്പെട്ട ഈ 4 കുട്ടികളെ എന്താ പറയാ, റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളംബിയൻ മിലിറ്ററിയും അതോടൊപ്പം തന്നെ ഇൻഡിജിനസ് വിഭാഗത്തിൽപ്പെട്ട, അതായത് ഈ നേറ്റീവ് ആയിട്ടുള്ള അവരുടെ നേറ്റീവ് ട്രിബൽസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഈ കാടിനെ കുറിച്ചിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ ഈ റെസ്ക്യൂവില് ഭാഗമായി എന്നാ പറയുന്നത്. ഈ റെസ്ക്യൂ ടീം, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ പേരിട്ടിട്ടുള്ളത് ഹോപ്പ് എന്നായിരുന്നു.